ഇത് കണ്ടോ, ഇന്നത്തെ പലഹാരം വെട്ട് കേക്കാണേ. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും ഒരു മുട്ടയും 3 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്കായും ഇട്ട് നന്നായിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ റവയും ഒരു പിഞ്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ ആ ബാറ്ററും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 3 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നേ. റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഞാൻ ആദ്യമായിട്ടാണ് വെട്ട് കേക്ക് ഉണ്ടാക്കിയത്. എന്നിട്ടിങ്ങനെ അതുകൊണ്ട് വെട്ടിടേണ്ടത് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണേ ഓരോ രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെട്ടൊക്കെ ഇട്ട് വെച്ചു. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ വെട്ട് കേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുത്തത്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുമേ. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടിയേ. കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇത്ര ഈസിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നേ. നല്ല സൂപ്പർ ടേസ്റ്റിയുമായിരുന്നേ. നല്ല സോഫ്റ്റായിട്ട് പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നേ. മോൻ ഇവിടെ ഇല്ല, അല്ലായിരുന്നേ അവൻ കഴിച്ച് കാണിച്ചേനേമേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.